വെൽക്കം യു ഓൾ ടു കേരള സ്കൂൾ ട്യൂഷൻ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിൻ്റെ ബേസിക് സയൻസ് അതിൻ്റെ 4th ചാപ്റ്റർ ത്രൂ ദ അലിമെൻ്ററി കനാൽ. ഓക്കെ, ത്രൂ ദ അലിമെൻ്ററി കനാലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അലിമെൻ്ററി കനാൽ എന്ന് വെച്ചാൽ അന്നനാളം എന്ന് മലയാളത്തിൽ പറയുന്നത്. ഇതാണ് അലിമെൻ്ററി കനാൽ. നമ്മളൊരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് ഫുഡ് കഴിച്ച് ആ ഫുഡ് നമ്മുടെ വായിലൂടെ, നമ്മുടെ തൊണ്ടയിലൂടെ, അന്നനാളത്തിലൂടെ നമ്മുടെ സ്റ്റൊമക്കിൽ വന്നു. അവിടുത്തെ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞു. സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ എല്ലാം കവർ ചെയ്തു അവസാനം നമ്മുടെ ഏനസിൽ വരുന്ന ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഇതിനെയാണ് എലിമെൻ്ററി കനാൽ എന്ന് പറയുന്നത്. നമ്മളൊക്കെ വെള്ളം ഒഴുക്കി വിടുന്ന ഒരു കനാലുണ്ടല്ലോ, ഒരു കനാലിനകത്തോടെ ഇങ്ങനെ വെള്ളം ഒഴുകി ഒഴുകി പോകില്ലേ, അത് സ്റ്റാർട്ട് മുതൽ എൻഡ് വരെ പോകില്ലേ, അതേ ഒരു കൺസെപ്റ്റാണ് ഇവിടെ. ഇവിടെ നിങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ആ ഫുഡ് ഇതിലേക്കൂടെ കവർ ചെയ്ത് ഇവിടം വരെ വരും. അതിനിടയ്ക്ക് ആവശ്യമുള്ളവരെല്ലാം അതിൽ നിന്ന് വെള്ളം എടുക്കുകയും ചെയ്യും. സോ അതാണ് എലിമെൻ്ററി കനാൽ എന്ന് പറയുന്നത്. ക്ലിയർ? തുടങ്ങാൻ ചാപ്റ്റർ. സെൻസിങ് ദ സ്മെൽ ഓഫ് എ പ്ലാന്റെയിൻ, പത്തുമാസ് ഗോഡ് മെയ്ഡ് ഹെർ അപ്പിയറൻസ് ബിഫോർ മീ. I peeled off the skin and ate the plantain. Seeing me eating something, Uma's refugee cats too appeared there. The hens, trotting under Uma's care, also came. I gave the peel of the plantain to Patuma's goat. The goat stood there expecting more. പാത്തുമ്മയുടെ ആട് എന്ന് പറയുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചെറുകഥയിൽ ഒരു ചെറിയ പോർഷൻ അവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നുമില്ല, പുള്ളിക്കാരൻ എന്തോ ഒരു പ്ലാന്റൈൻ്റെ പാർട്ട് കഴിച്ചു, അതിൻ്റെ ഒരു പീസ് ആടിനും കൊടുത്തു. ഓക്കെ. വൈ ഈസ് ദ പീൽഡ് സ്കിൻ ഓഫ് പ്ലാന്റൈൻ ഗിവൺ ടു ദ ഗോഡ് ആൻഡ് നോട്ട് ടു ദ ക്യാറ്റ് ഓർ ദ ഹെൻസ്? ഇവിടെ ചോദിക്കുന്നത്, ഇപ്പോൾ നിങ്ങളൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളൊരു വെള്ളരിക്ക എടുക്കും. വെള്ളരിക്കകത്ത് നമ്മൾ എന്തോ ചെയ്യുന്നത്, ആ വെള്ളരിക്ക നമ്മുടെ സലാഡ് വെള്ളരിക്കയില്ലേ, ആ വെള്ളരിക്ക നമ്മളതിൻ്റെ പുറത്തെ തൊലി ചെത്തിയിട്ട് അകത്തുള്ളത് നമ്മൾ കഴിക്കും. ഇവിടെ ചോദിച്ചിരിക്കുന്നത്, ഈ പീല് ചെയ്ത സ്കിന്ന്, ഈ തൊലി എന്തുകൊണ്ടാണ് നമ്മൾ ഗോട്ടിന് കൊടുത്തത്? കാര്യം എന്താ? ഗോട്ടെന്ന് പറയുന്നത്, ഗോട്ട് എന്താണ്, ഏത് ടൈപ്പ് അനിമൽസ് ആണ് ഗോട്ട്? പറയാമോ നിങ്ങൾക്ക്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ പ്രൊഡ്യൂസർ, കൺസ്യൂമർ, ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്ന 3 ഒരു ഗ്രൂപ്പുണ്ട്. ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക. അതുകൂടാതെ നിങ്ങൾ ചിന്തിക്കേണ്ടത്, നമ്മളുടെ വീട്ടിൽ ആടുണ്ട്, പശുവുണ്ട്, ചിലരുടെ വീട്ടിൽ കുതിര കാണും, ചിലരുടെ വീട്ടിൽ മാൻ കാണും. സോ ഈ ആനിമൽസിനെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. അവരെല്ലാം ഹെർബിവോറസ് ആണ്. ഹെർബിവോറസ് എന്ന് വെച്ചാൽ എന്താ? ഹെർബിവോറസ് എന്ന് പറയുന്നത് പ്ലാന്റ്സിനെ മാത്രം കഴിക്കുന്ന കംപ്ലീറ്റ്ലി വെജിറ്റേറിയൻ ആയിട്ടുള്ള ഗ്രൂപ്പാണ് ഹെർബിവോറസ് എന്ന് പറയുന്നത്. അവർക്ക് അതേ കഴിക്കാൻ പറ്റും. ഒരിക്കലും ഞങ്ങളുടെ വീട്ടിലെ ആടോ പശുവോ ഒന്നും ബീഫോ ചിക്കനോ ഒന്നും കഴിക്കാറില്ല. നിങ്ങളുടെ വീട്ടിൽ കഴിക്കാറുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ എപ്പോഴെങ്കിലും അമ്മ ഓക്കെ ഇന്ന് ചിക്കൻ കറി അല്ലേ, നമ്മുടെ ആടിനും കൂടെ അല്പം ചിക്കൻ കറി കൊടുക്കാം എന്ന് പറയാറുണ്ടോ? അതേ സമയത്ത് നമ്മളുടെ വീട്ടിലെ പട്ടിക്ക് വേണമെങ്കിൽ നമ്മൾ ചിക്കൻ കറി കൊടുക്കും, പൂച്ചയ്ക്ക് വേണമെങ്കിൽ നമ്മൾ ചിക്കൻ കറി കൊടുക്കും, ഹെന്നിന് വേണമെങ്കിൽ നമ്മൾ ഇത്തിരി ചിക്കൻ കറി കൊടുക്കും. ബാക്കി വരുന്ന ഇത്തിരി വേസ്റ്റ് തട്ടിയിട്ട് കൊടുത്താൽ അവർ കഴിക്കും. പക്ഷേ ആടിനും പശുവിനും ഒന്നും ഒരിക്കലും നമ്മൾ കൊടുക്കില്ല. കാര്യം അവർ ഹെർബിവോറസ് ആണ്. സോ പല ടൈപ്പുള്ള അനിമൽസ് ഉണ്ട്. ഹെർബിവോറസ് ഉണ്ട്, കാർണിവോറസ് ഉണ്ട്, ഒമിനിവോറസ് ഉണ്ട്. ഓക്കെ. സോ ഹെർബിവോറസ് എന്ന് പറയുന്നത് പ്ലാന്റ്സ് മാത്രം തിന്നുന്ന, നമ്മളുടെ മാൻ, ഡീർ, എലിഫന്റ് എപ്പോഴെങ്കിലും നിങ്ങൾ നോൺ വെജ് തിന്നുന്ന കണ്ടിട്ടുണ്ടോ? എലിഫന്റ് ആരെങ്കിലും കൊന്നിട്ട് തിന്നാറുണ്ടോ? എലിഫന്റ് തിന്നാറില്ല. ബട്ട് അതേ സമയത്ത് കാർണിവോറസ് നിങ്ങൾക്ക് എടുക്കാം, ടൈഗർ, ലയൺ. എപ്പോഴെങ്കിലും ടൈഗറോ ലയണോ പുല്ലോ പോച്ചയോ എങ്ങനെ തിന്നുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഗതികെട്ട പുലി പുല്ലും തിന്നു എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ടെങ്കിൽ പോലും ടൈഗർ, ലയൺ ദേ വോണ്ട് ഈറ്റ് ആക്ച്വലി ബിക്കോസ് ദേ വെയർ കംപ്ലീറ്റ്ലി നോൺ വെജ്. അതാണ് കാർണിവോറസ് എന്ന് പറയുന്നത്. സോ ഹെർബിവോറസ് എന്ന് പറയുന്നത് പ്ലാന്റ്സ് ഈറ്റിംഗ് ആനിമൽസ്. കാർണിവോറസ് എന്ന് പറയുന്നത് ഫ്ലഷ് ഈറ്റിംഗ് ആനിമൽസ്, ഫ്ലഷ്, മാംസം. ഒമിനിവോറസ്, നമ്മളുടെ ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത് ഒമിനിവോറസ് ആണ്. നമ്മൾ ചോറും കഴിക്കും, നമ്മൾ ചീരയും കഴിക്കും, ചിക്കനും കഴിക്കും, മട്ടനും ബീഫും എല്ലാം കഴിക്കും. ദാറ്റ്സ് വാട്ട് ഈസ് ഒംനിവോറസ്. ഓക്കെ. സോ ഹെർബിവോറസ്, കാർണിവോറസ്, ഒംനിവോറസ്. Why the peeled skin of plantain given to the goat? Because the goat is herbivorous animal and not to the cat or hens.
ക്യാറ്റും ഹെന്നും ഒന്നും അവർ കഴിക്കത്തില്ല. അതൊന്നും. ഹെന്ന് പിന്നെയും കൊത്തിപ്പറക്കിയൊക്കെ തിന്നും. വാട്ട് ആർ ദി വേരിയസ് ടൈപ്സ് ഓഫ് ഫുഡ് ദാറ്റ് ദ ഗോട്ട് ഈറ്റ്? നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഗോട്ട് ഈറ്റ് ചെയ്യുന്ന പലതരത്തിലുള്ള ഫുഡ് ഏതൊക്കെയാണെന്ന് എഴുതിയിരിക്കുന്നത്. ഗ്രാസ് കഴിക്കും, ശരിയല്ലേ? ഗ്രാസ് കഴിക്കും, പിന്നെ സെറൽസ് കഴിക്കും, കുക്ക്ഡ് സെറൽസ് കഴിക്കും. Other organisms in the surrounding also take food. Observe the picture. ഇവിടെ മറ്റുള്ള പിക്ചറുകൾ കൊടുത്തിരിക്കുക. ലയൺ ഒരു കാട്ടുപോത്തിനെ തിന്നുവാണ്. ഇവിടെ നമ്മളുടെ ബട്ടർഫ്ലൈ ഹണി കഴിക്കുകയാണ്, അല്ലെങ്കിൽ നെക്ടാർ എന്ന് പറയാം. ഹണി അല്ലെങ്കിൽ നെക്ടാർ എന്ന് പറയാം, തേൻ, നെക്ടാർ എന്ന് പറയാം. ഇതേതോ ഒരു കിളി അവിടെ ഇരുന്ന് പേരയ്ക്ക കടിച്ചു പറിക്കി തിന്നുവാണ്, ഗുവ. ഇവിടെ നമ്മുടെ വീട്ടിലെ പശു പാടത്ത് നിന്ന് പുല്ല് തിന്നുകയാണ്. ഇത് കാറ്റർപില്ലറാണ്. കാറ്റർപില്ലർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് പുഴു എന്ന് വിചാരിച്ചു. കാറ്റർപില്ലർ എന്തോ തിന്നുന്ന ഇലയാ തിന്നുന്നത്, ലീഫാണ് അവർ തിന്നുന്നത്. ഇത് ഫിഷാണ്. ഫിഷ് പല ലെവല് ഫിഷ് ഉണ്ട്. സ്മോൾ ഫിഷസ് മെയിൻലി ആൽഗൽ ഗ്രൂപ്പിനെയൊക്കെ തിന്നും. ലാർജ് ഫിഷ് ലൈക്ക് ഷാർക്കിനെ പോലെയുള്ളതൊക്കെ ആണെങ്കിൽ അവർ മറ്റുള്ള ഫിഷുകളെ തിന്നും. ഓക്കെ, സോ ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ഫുഡാണ്. ഒരിക്കലും നിങ്ങൾ ചോറും കറിയും കൊണ്ട് നമ്മളുടെ ലയണിന് കൊടുത്ത ലയൺ കഴിക്കില്ല. Do all of them eat the same food? No. Okay. What is the diversity seen in the mode of procuring food? Complete the table given below and note it down in your science diary. അതായത് ഈ ബോക്സ് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും ഒരേ രീതിയിലാണ് ഫുഡും കണ്ടെത്തുന്നത്. പ്രൊക്യൂറിങ് ഫുഡ് മീൻസ് അവർ കണ്ടെത്തുന്നത്. Do they follow the same procedure? No. In the case of lion, if you take, they do predation. It is a predator. It is a predator. It is the prey. So the predator predate upon the prey. Then here it is butterfly. Butterfly suck honey or the nectar from the flower. So like that. മനസ്സിലാവുന്നു? ഇത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു എക്സാമ്പിൾ അവർ എഴുതിയിട്ടുണ്ട്. കാറ്റർപില്ലർ. കണ്ട് ഇതാണ് കാറ്റർപില്ലർ. ലീഫാണ് ഫുഡ്. മോഡ് ഓഫ് ഈറ്റിംഗ് നിബിൾസ്. ഇങ്ങനെ കൊച്ചു തുറന്ന് തിന്നുന്നതിനെ നിബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, വേറെ എക്സാമ്പിൾ നമുക്ക് വേറെ എക്സാമ്പിൾ എന്ത് എഴുതാം? നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തന്നെ എഴുതാം. എക്സാമ്പിൾ ബട്ടർഫ്ലൈ എഴുതാം. ബട്ടർഫ്ലൈ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളുടെ തേനീച്ച എഴുതാം. ബീസ്. രണ്ടായാലും കണക്കാം. ബട്ടർഫ്ലൈ, ബീസ്. അവരൊക്കെ എന്തോ തിന്നുന്ന നെക്ടാർ. ഹണിക്ക് നെക്ടാർ എന്നും പറയും. നെക്ടാർ ചെടിയിലൊക്കെ ഉള്ള ചെറിയ തേനിനെയാണ് നെക്ടാർ എന്ന് പറയുന്നത്. നെക്ടാർ അവരെങ്ങനെ, അത് മോഡ് ഓഫ് ഫീഡിങ് എങ്ങനെയാണ്? സക്കിങ്. ശരിയല്ലേ? ഉറിഞ്ചിയല്ലേ കുടിക്കുന്നത്, സക്കിങ്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് സ്നേക്സിനെ പറയാം, സ്നെയിലിനെ പറയാം. നമുക്ക് സ്നേക്ക് പറയാം. സ്നേക്സ് റാറ്റിനെ തിന്നും. ശരിയല്ലേ? സ്നേക്ക് റാറ്റിനെ തിന്നും. എങ്ങനെയാ തിന്നുന്നത്? റാറ്റിനെ അങ്ങ് വിഴുങ്ങിയ ചെയ്യുന്നത്. സ്വാളോയിങ്. ഇനി നമുക്ക് വേറെ ഇത് പറയാം. വേണമെങ്കിൽ സ്നെയിൽ പറയാം. ഒച്ചിനെയൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ? സ്നെയിൽ പേസ് എന്ന് കേട്ടിട്ടില്ലേ? സ്നെയിൽ എന്തോ തിന്നുന്നത്? അവർ ഗ്രാസ് ഒക്കെയാണ് തിന്നുന്നത്. ലീഫ് ഐറ്റം അവരും തിന്നുന്നത്. അവരെങ്ങനെ ചെയ്യുന്നത്? ച്യൂവിങ്. ചവച്ചറക്കുമ്പോഴത്തെ. മനസ്സിലായോ? വേറെ എക്സാമ്പിൾ എന്തെങ്കിലും വേണോ? തലയിലുള്ള പേൻ നിങ്ങൾക്ക് വേണോ? ലൈസ് എന്ന് വെച്ചാൽ നമ്മുടെ തലയിലുള്ള പേനാണ് ലൈസ്. ലൈസ് എന്തോ തിന്നുന്നത്? നമ്മുടെ ബ്ലഡാണ് കഴിക്കുന്നത്. സോ ലൈസിന്റെ ഒരിക്കലും ഫുഡ് ലീഫ് അല്ല. ലൈസിന്റെ ഫുഡ് ഒരിക്കലും നെക്ടാറോ റാറ്റോ അല്ല. ലൈസിന്റെ ഫുഡ് ബ്ലഡ് ആണ്. അത് സക്ക് ചെയ്യുക ചെയ്യുന്നത്. സക്കിങ്. പോരെ മതി. അടുത്ത നോക്കാം. ന്യൂട്രീഷൻ. All organisms need food. Yes, the food and the mode of procuring it differ from organism to organism. That's true. All organism needs food. The food differs from organism to organism. The mode of procuring it also differs from organism to organism. The process of intake and utilization of food by organism is called nutrition. So if someone asks a definition for nutrition, what will you say? Nutrition is the process of intaking the food and utilization of this food. So nutrition is the process of intaking and utilization of the food by organisms. So what is nutrition? Nutrition is the process of intaking
and utilization of food by organisms. Plants are organisms. Yes, plants organisms ആണ്. Animals organisms ആണ്. Microorganisms organisms ആണ്. മനസ്സിലാവുന്ന ബാക്ടീരിയ വൈറസ് ഒക്കെ എടുത്താലും അതും organisms ആണ്. So plants are also organisms. Don't they also require food? Yes, they also require food. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ സൺ ഉണ്ട്, പ്ലാന്റ്സ് ഉണ്ട്, പ്ലാന്റ്സിനകത്ത് ലീഫ് ഉണ്ട്, ലീഫിനകത്ത് ക്ലോറോഫിൽ എന്ന് പറയുന്ന ഒരു ഗ്രീൻ പിഗ്മെന്റ് ഉണ്ട്. ഓക്കെ, ഈ പിഗ്മെന്റിന് ഒരു കഴിവുണ്ട്. ആ കഴിവാണ് ഫോട്ടോസിന്തറ്റിക് കാപ്പബിലിറ്റി എന്ന് പറയുന്നത്. ഫോട്ടോസിന്തറ്റിക് കാപ്പബിലിറ്റി. ഓക്കെ, സോ പ്ലാന്റ്സിന്റെ ലീഫിൽ വെച്ച് അവർ ഫുഡ് പ്രിപ്പയർ ചെയ്യും. ഓർ ടെക്നിക്കലി പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്സ് പ്രിപ്പയർ ചെയ്യും. C6H12O6. സോ കാർബോഹൈഡ്രേറ്റ്സ് അവർ പ്രിപ്പയർ ചെയ്യും അവരുടെ ലീഫിൽ വെച്ച്. സോ ആ ഒരു പ്രോസസ്സിനെയാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. സോ ഫോട്ടോസിന്തസിസിന് ആവശ്യമായിട്ടുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് വാട്ടറും മിനറൽസും വേണം, 1. 2 കാർബൺ ഡയോക്സൈഡ് വേണം. സോ ലീഫ് in presence of sunlight they absorb carbon dioxide and water and minerals came through the roots. They perform photosynthesis in their leaf, thereby they produce their food carbohydrate. So ഈ പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാർബൺ ഡയോക്സൈഡ് അകത്തോട്ടാ പോകുന്ന ലീഫിന്റെ, ഓക്സിജൻ പുറത്തോട്ടാ പോകുന്നത്. ഈ ഫോട്ടോസിന്തസിസ് ആക്ടിവിറ്റിയിലൂടെ പുറത്തേക്ക് പോകുന്ന ഗ്യാസ് ആണ് ഓക്സിജൻ. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ എന്തോ ഞാൻ പറഞ്ഞേ? കാർബൺ ഡയോക്സൈഡ് വേണം, പ്ലസ് പിന്നെന്തോ വേണം? വാട്ടർ എടുത്തിട്ടുണ്ട്, വാട്ടറും മിനറൽസും ഒക്കെ എടുത്തിട്ടുണ്ട് ഇവിടുന്ന്. ദെൻ ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ് വേണം. പിന്നെന്തുവാ? ക്ലോറോഫിൽ എന്ന് പറയുന്ന ഗ്രീൻ പിഗ്മെന്റ് വേണം, ക്ലോറോഫിൽ. സോ കാർബൺ ഡയോക്സൈഡ്, വാട്ടർ, സൺലൈറ്റ്, ക്ലോറോഫിലിന്റെ പ്രസൻസിൽ എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നവര്? C6H12O6 പ്ലസ് ഓക്സിജൻ റിലീസ് ചെയ്യും. സോ ഇതാണ് ഫോട്ടോസിന്തസിസിന്റെ പ്രോസസ്. അതിന്റെ ഇക്വേഷൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. സോ ലീഫിലാണ് ഇത് പെർഫോം ചെയ്യുന്നത്. ദർ ഈസ് നോ ഡൗട്ട് ഇൻ ദാറ്റ്. ലീഫിലാണ് അത് പെർഫോം ചെയ്യുന്നത്. മനസ്സിലായെങ്കിൽ ബാക്കി ക്വസ്റ്റ്യൻസ് ഒന്ന് നിങ്ങൾ പറഞ്ഞു നോക്ക്. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് ഈ ഫോട്ടോസിന്തസിസിനെ കുറിച്ചൊക്കെ. ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് അത്രയ്ക്ക് ഡൗട്ടൊന്നും കാണത്തില്ലെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾ അപ്കമിങ് ക്ലാസ്സുകളിൽ പഠിക്കും. കാര്യം അവിടെ ഈ ഒരു റിയാക്ഷൻ്റെ തന്നെ അടുത്തടുത്ത ലെവല് കാര്യങ്ങൾ പറയും. അപ്പോഴാണ് നിങ്ങൾ ഈ കൂടുതൽ കാര്യങ്ങളും പഠിക്കുന്നത്. ഓക്കെ, സോ കാർബൺ ഡയോക്സൈഡ്, വാട്ടർ, C6H12O6, ദെൻ ഓക്സിജൻ. പിന്നെ ഇതിനകത്ത് ബാലൻസിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അതായത് നമ്പർ എല്ലാം കറക്റ്റ് ആക്കാൻ. കാര്യം ഇവിടെ 6 കാർബൺ ഉണ്ട്, 12 ഓക്സിജൻ ഉണ്ട്, 12 ഹൈഡ്രജൻ ഉണ്ട്, 6 ഓക്സിജൻ ഉണ്ട്. ഇതിന്റെ നമ്പർ ബാലൻസ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് നമ്മുടെ കെമിക്കൽ പ്രോസസ്സിങ്. നമ്മൾ കെമിക്കൽ ഇക്വേഷൻ എഴുതുമ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വേണമെങ്കിൽ ഇവിടെ 6CO2, 6H2O, 6O2 എന്ന് എഴുതാം. ഇപ്പോൾ കറക്റ്റ് ആയില്ലേ? 6 കാർബൺ ഉണ്ട്, 12, 6 12 ഹൈഡ്രജൻ, 12 ഹൈഡ്രജൻ ഉണ്ട്, 6 12, 6 18 ഓക്സിജൻ ഉണ്ട്, 6 ഓക്സിജൻ ഇവിടെ ഉണ്ട്, 6 12 ഓക്സിജൻ ഇവിടെ ഉണ്ട്. സോ ബാലൻസ് ആയി ഇക്വേഷൻ. സോ വാട്ട് ഡിഡ് വി റൈറ്റ്? കാർബൺ ഡയോക്സൈഡ് പ്ലസ് വാട്ടർ ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ, കാർബോഹൈഡ്രേറ്റ്, ഇതിനെയാണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. കാർബോഹൈഡ്രേറ്റ് ഓർ ഗ്ലൂക്കോസ് C6H12O6, തന്നെ ഓക്സിജൻ റിലീസ് ചെയ്തു. സോ ആ ഓക്സിജൻ ആണ് ഇവിടെ ലീഫിൽ നിന്നും പുറത്തോട്ട് റിലീസ് ചെയ്യുന്നത്. മനസ്സിലാവുന്നു? ഈ പർപ്പസിന് വേണ്ടി കാർബൺ ഡയോക്സൈഡ് ലീഫ് അവർ അബ്സോർബ് ചെയ്യുന്നു. അവരുടെ ലീഫിലുള്ള ചെറിയ ഹോൾസ്, അതിനെ സ്റ്റൊമേറ്റ എന്ന് പറയും. അതൊന്നും നിങ്ങൾക്ക് ഇപ്പോൾ വേണ്ട. പിന്നെ അതിൻ്റെ റൂട്ടിലൂടെ, സോയിലിൽ നിന്ന് റൂട്ടിലൂടെ അവർ വാട്ടർ അബ്സോർബ് ചെയ്യും. ഈ വാട്ടറിനെ ക്യാരി ചെയ്ത് ഇവിടെ വരെ എത്തും.
മനസ്സിലാവുന്നു? ആ വാട്ടറിനെ കൊണ്ടുപോകുന്ന ലീഫിനകത്തുള്ള ഒരു കുഴലാണ് സൈലം എന്ന് പറയുന്നത്. ഓക്കെ, so don't you know which process indicate in this picture? Yes, we know. Yes, we know. What are the factors required for the photosynthesis? Photosynthesisന് വേണ്ട factors എന്തൊക്കെയാണ്? Carbon dioxide, water. Which is the gas received by the plants during photosynthesis? Photosynthesis plants receive ചെയ്യുന്നത് ഏതാ? Carbon dioxide. Which is gas given out? Oxygen. So carbon dioxide absorb ചെയ്യും, oxygen release ചെയ്യും. Okay, what are the factors required for photosynthesis? Carbon dioxide ഇത് മാത്രം പോരാ, chlorophyll വേണം അല്ലേ, സൺലൈറ്റ് വേണം, ശരിയല്ലേ? ഈ 4 ഫാക്ടേഴ്സ് വേണം. കാര്യം സൺലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ക്ലോറോഫില്ല് വേണം, കാർബൺ ഡൈ ഓക്സൈഡ് വേണം, വാട്ടർ വേണം. ഗ്രീൻ പ്ലാന്റ്സ് ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ അതർ ഓർഗാനിസംസ് ഫോർ ഫുഡ്. സോ ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു ഗ്രീൻ പ്ലാന്റ്സിന് ഫുഡ് വേണ്ടേ എന്നായിരുന്നു ചോദ്യം. പ്ലാന്റ്സും ഓർഗാനിസമാണ്. ഡോണ്ട് ദേ നീഡ് ഫുഡ്? യെസ്, ദേ നീഡ് ഫുഡ്. ബട്ട് ഒരു ഡിഫറൻസ് ഉണ്ട്. ഗ്രീൻ പ്ലാന്റ്സ് ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ അതർ ഓർഗാനിസം ഫോർ ഫുഡ്. They synthesize their own food. Hence, they are called autotrophs. So, what are known as autotrophs? Autotrophs are those organisms which prepare their own food. Yes or no? Those organisms which prepares their own food are known as autotrophs. Example, green plants. On the other hand, there are organisms which are unable to synthesize their own food and therefore depend on other organisms for food. They are called heterotrophs. So autotrophs are those organisms which prepare their own food. Example, green plants. Heterotrophs are those organisms which are unable to prepare their own food, so they depends upon the autotrophs for their food, are known as heterotrophs. So green plants എന്ന് പറയുന്നത് ഓട്ടോട്രോഫ് ആണ്. ബിക്കോസ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന കെമിക്കൽ പ്രോസസ്സിലൂടെ അവരവരുടെ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ഫുഡ് സ്വയം പ്രിപ്പയർ ചെയ്യുന്നു. ബട്ട് അതേ സമയത്ത് നമ്മൾ ഇവിടെ കണ്ട കാറ്റർപില്ലർ ആയാലും ബട്ടർഫ്ലൈ, സ്നേക്ക്, സ്നെയില്, ലൈസ് ഇതെല്ലാം ഹെറ്ററോട്രോഫ് ആണ്. അവർക്കൊന്നും അവരുടെ ഫുഡ് സ്വയം പ്രിപ്പയർ ചെയ്യാൻ കഴിയില്ല. സോ ദേ ആർ ഡിപ്പെൻഡിങ് അപ്പോൺ അതർ ഓർഗാനിസംസ് ഫോർ ദെയർ ഫുഡ്. സോ നമ്മളുടെ വീട്ടിലുള്ള പശു ആയാലും നമ്മുടെ വീട്ടിലുള്ള ആടായാലും ഇതെല്ലാം ഹെറ്ററോട്രോഫ് ആണ്. ക്ലിയർ എവരി വൺ? അതിന്റെ സ്റ്റാർട്ടിങ് മനസ്സിലായോ? ഫോർ ഫുഡ്. ഹാവിങ് യു ലേൺഡ് ഏർലിയർ അബൌട്ട് പാരസൈറ്റിക് പ്ലാന്റ്സ്? പാരസൈറ്റിക് പ്ലാന്റ്സിനെ കുറിച്ച്, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന പ്ലാന്റ്സ് ആണ് പാരസൈറ്റിക് പ്ലാന്റ്സ്. സാപ്രോഫൈറ്റ് ഇതിനെ കുറിച്ചെല്ലാം പഠിച്ചിട്ടുണ്ട്. യെസ്, വി ഹാവ് ലേൺഡ് ഇറ്റ്. ഒബ്സർവ് ദ പിക്ചർ ഗിവൺ ബിലോ. സോ മോണോട്രോപ്പ, it takes food from decayed organic remains. So decayed organic remain ൽ നിന്ന് ഫുഡ് അബ്സോർബ് ചെയ്യുന്നതിനെയാണ് സാപ്രോഫൈറ്റ് എന്ന് പറയുന്നത്. സോ മോണോട്രോപ്പ ഈസ് an example of സാപ്രോഫൈറ്റ്. സാൻഡൽവുഡ് ട്രീ, ചന്ദനമരം. During initial stages of growth, it takes water and minerals from the roots of other plants. So ഇനിഷ്യൽ സ്റ്റേജസ് ഓഫ് ഗ്രോത്തിൽ സാൻഡൽവുഡിന് ഒരു പ്രത്യേകതയുണ്ട്. സാൻഡൽവുഡ് അതിന്റെ അരികിലുള്ള പ്ലാന്റിൽ നിന്നായിരിക്കും മിനറൽസും റൂട്ടും ഒക്കെ അബ്സോർബ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചന്ദന തൈകൾ നട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചന്ദന തൈ എങ്ങനെയാണ് നടുന്നതെന്ന് നിങ്ങൾ യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ സാധാ ഈ പ്ലാന്റ് മേടിക്കില്ലേ, കൊച്ചു പ്ലാന്റ് മേടിക്കില്ലേ ചന്ദനത്തിന്റെ തൈ, അതിന്റെ കൂടെ തന്നെ അവരൊരു ചെടിയും കൂടെ വളർത്തിയിരിക്കും സെയിം ചെടിച്ചട്ടിയിൽ. കാര്യം എന്താ? ഗ്രോത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഇവന് ഈ ഒരു പ്ലാന്റ് വേണം, ഈ പ്ലാന്റിൽ നിന്നേ ഇവൻ അബ്സോർബ് ചെയ്യും. ഇവൻ ഒരിക്കലും അവന്റെ സ്വയം അബ്സോർഷനോ പ്രൊഡക്ഷനോ നടത്തില്ല, അവൻ അബ്സോർബ് ചെയ്യും. മനസ്സിലാവുന്നോ? സോ ഇത് ഒരു സെമി പാരസൈറ്റ് ആണ്. ഇങ്ങനെ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് പാരസൈറ്റ്. ഇങ്ങനെയുള്ളത് ഒരു സെമി പാരസൈറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു പാർഷ്യൽ പാരസൈറ്റ് എന്ന് നിങ്ങൾക്ക് പറയാം. സെമി പാരസൈറ്റ് ഓർ പാർഷ്യൽ പാരസൈറ്റ്. ഇനി നോക്കാം ലൊറാൻഡസ്. സോ ലൊറാൻഡസ് ആണ് നമ്മുടെ വീട്ടിലുള്ള ബ്രാഞ്ച്, അതായത് മാംഗോ ട്രീ, കോക്കനട്ട് ട്രീയിൽ കാണത്തില്ല, മാംഗോ ട്രീയിൽ കാണും, പിന്നെ ജാക്ക് ഫ്രൂട്ട് ട്രീയിൽ കാണും. ഇതിനകത്തൊക്കെ ഇങ്ങനെ തിക്ക് ഇലകൾ ഇങ്ങനെ പിടിച്ചിരിക്കും, ഓർക്കിഡിൻ്റെ ആണെങ്കിൽ ഇരിക്കും. ഇത് കണ്ടു കഴിഞ്ഞാൽ പിടിച്ചിരിക്കുന്നതാണ്. അതാണ് ഈ ലൊറാൻഡസ് എന്ന് പറയുന്നത്. മലയാളത്തിൽ മരവാഴ എന്ന് പറയും. സോ ഫോർ വാട്ടർ ആൻഡ് മിനറൽസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്ലാന്റ് ഓൺ വിച്ച് ഇറ്റ് ലീവ്സ്. സോ ഏത് പ്ലാന്റിലാണോ ഇത് ലീവ് ചെയ്യുന്നത് അതിനെ വാട്ടറിനും മിനറൽസും ആ പ്ലാന്റിന്റെ ബ്രാഞ്ചസിൽ നിന്ന് അബ്സോർബ് ചെയ്യും. മനസ്സിലാവുന്ന കാര്യം എന്തുവാ? ഇവന്മാര് സോയിലല്ല ജീവിക്കുന്നത്, ഇവന്മാര് ഈ ഡയറക്റ്റ് ഈ പ്ലാന്റിലാണ് ജീവിക്കുന്നത്.
ആ പ്ലാന്റിൽ നിന്നാണ് വാട്ടറും മിനറൽസും എടുക്കുന്നത്. ഗ്രീനറി ഉണ്ടായിട്ട് അവന്മാരുടെ ഫുഡ് സ്വയം പ്രിപ്പയർ ചെയ്യും. ഓക്കെ, സോ അതാണ് ലൊറാന്തസ് എന്ന് പറയുന്നത്. ഇനിയും കസ്കൂട്ട ഫോർ ഫുഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്ലാന്റ് ഓൺ വിച്ച് ഇറ്റ് ലീവ്സ്. സോ ഇത് ഇത്തിൾ എന്നാണെന്ന് തോന്നുന്നു മലയാളം. ഇത്തിൾ, ഈ ഇത്തിൾ. സോ മരവാഴയും ഇത്തിളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇത് കണ്ടോ, ഫോർ ഫുഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്ലാന്റ് ഇൻ വിച്ച് ഇറ്റ് ലീവ്സ്. മനസ്സിലായോ? ഫുഡിന് വേണ്ടി അത് ജീവിക്കുന്ന പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്യും. അതാണ് കസ്കൂട്ട. ആകാശവല്ലി എന്നും പറയാറുണ്ട് അതിന് കേട്ടോ. ആകാശവല്ലി എന്നും മലയാളത്തിൽ പറയാറുണ്ട് കസ്കൂട്ട ടൈപ്പിന്. സോ ഇതെന്തൊരു ടൈപ്പാണ്? ഇതൊരു പാരസൈറ്റ് ആണ്. പാരസൈറ്റ് എന്ന് വെച്ചാൽ എന്താ? പരാതസസ്യം എന്നാ. പാരസൈറ്റിന്റെ മലയാളം പറഞ്ഞാൽ പരാതസസ്യം എന്നാ അതിന്റെ അർത്ഥം. പരാതസസ്യം, പരാതസസ്യം. മലയാളം മീഡിയം ഉണ്ടെങ്കിൽ പരാതസസ്യം എന്ന് പറയും പാരസൈറ്റ്. സോ ഈ പാരസൈറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ഫുഡിന് വേണ്ടി ഡയറക്റ്റ് ആയിട്ട് ഡിപ്പെൻഡന്റ് ആയിരിക്കും. പക്ഷെ ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, മിനറൽസിന് വേണ്ടിയാണ് ഇവർ ഈ പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് പാർഷ്യൽ പാരസൈറ്റ് ആണ്. അങ്ങനെ ഓക്കെ ഓക്കെ. സോ ആകാശവല്ലിയാണ് കസ്കൂട്ട എന്ന് പറയുന്നത്. ലൊറാന്തസ് മരവാഴ തന്നെ അല്ലേ? ഓക്കെ, താഴെ കാണിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിയേ. താഴെ കാണിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കിയേ. ഓക്കെ, സോ ഇതിനകത്ത് സാൻഡൽവുഡ് ട്രീ ഉണ്ട്. സാൻഡൽവുഡ് ട്രീ എന്ന് പറയുന്നത് വാട്ടറിനും മിനറൽസും വേണ്ടി അതിൻ്റെ അരികിലുള്ള പ്ലാന്റിനെ ഒരു പരിധി വരെ അത് ഡിപ്പെൻഡ് ചെയ്യും. അതുകൊണ്ടാണ് പാർഷ്യൽ പാരസൈറ്റ്. ലൊറാന്തസും വാട്ടറിനും മിനറൽസിനും വേണ്ടി അത് ജീവിക്കുന്ന ബ്രാഞ്ചിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ എന്ത് പറ്റും? ആ വളരുന്ന മരങ്ങളുടെ വളർച്ച കുറഞ്ഞു വരും. അവസാനം ആ മരം മൊത്തം ഉണങ്ങി നശിക്കും. അതാ അതിൻ്റെ പ്രത്യേകത. മനസ്സിലാവുന്നോ? എനിക്കൊന്ന് ഇത് മരവാഴയല്ല, ലൊറാന്തസ് ആണ്. ഇത്തിളെന്ന് തോന്നുന്നു കേട്ടോ. ഇത്തിക്കണ്ണി, ഇതാണ് ഇത്തിൾ. ഇത് മരവാഴയല്ല, ഇതാണ് ഇത്തിൾ. ഈ കസ്കൂട്ട എന്ന് പറയുന്ന ഇതാണ് ആകാശവല്ലി കേട്ടോ. മനസ്സിലായോ നിങ്ങൾക്ക്? എന്നെ തിരുത്തിയിട്ടുണ്ട്. ലൊറാന്തസ് എന്ന് പറയുന്നത് ഇത്തിളാണ്. സോ ഇത്തിള് വളർന്നാലും പ്ലാന്റ് നശിക്കും. കസ്കൂട്ട എന്ന് പറയുന്നത് ആകാശവല്ലിയാണ്. അതും ഒരു പാരസൈറ്റ് ആണ്. ഇത് കംപ്ലീറ്റ് പാരസൈറ്റ് ആണ്, ടോട്ടൽ പാരസൈറ്റ് ആണ്. ലൊറാന്തസ് പാർഷ്യൽ പാരസൈറ്റ് ആണ്. ക്ലാസിഫൈ ദ പ്ലാന്റ്സ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ പിക്ചർ, നോട്ട് ദം ഡൗൺ ദ ഗിവൺ ബിലോ. ഓക്കെ, സോ ഇതിനകത്ത് ടോട്ടൽ പാരസൈറ്റ് ആണ്. ടോട്ടൽ പാരസൈറ്റ് എന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് ഫുഡ് ആ പ്ലാന്റിൽ നിന്ന് അബ്സോർവ് ചെയ്യുന്നതാണ്. അതിൻ്റെ എക്സാമ്പിൾ ആണ് കസ്കൂറ്റ. നിങ്ങൾക്ക് ഇവിടെ എഴുതാം, കസ്കൂറ്റ ആകാശവല്ലി. പാർഷ്യൽ പാരസൈറ്റ് എന്ന് പറയുന്നത് ഇത് സാൻഡൽവുഡ് ട്രീ പാർഷ്യൽ പാരസൈറ്റ് ആണ്. ലൊറാന്തസും പാർഷ്യൽ പാരസൈറ്റ് ആണ്. കാര്യം ഇവൻ ഡയറക്റ്റ് ഫുഡ് അല്ല, ഇവൻ ഫുഡ് സ്വയം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷെ വാട്ടറും മിനറൽസും അവൻ ഏത് പ്ലാന്റിലാണോ വളരുന്നത് അതിൽ നിന്നാണ് ഇവൻ അബ്സോർവ് ചെയ്യുന്നത്. അതിനെ ഇത്തിൾ എന്നാണ് പറയുന്നത് കേട്ടോ. സോ ഇത്തിള് ആകാശവല്ലി. പിന്നുള്ളത് സാപ്രോട്രോഫ് ഓർ സാപ്രോഫൈറ്റ്. സാപ്രോഫൈറ്റിന് എക്സാമ്പിൾ ആണ് മോണോട്രോപ്പ. കാര്യം വേസ്റ്റിൽ നിന്ന് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണ്, ഫുഡ് അബ്സോർവ് ചെയ്യുന്നവരാണ് അവന്മാർ. വാട്ട് മേ ബി ദ റീസൺ ഫോർ ഡ്രൈയിങ് അപ്പ് ഓഫ് ദ ബ്രാഞ്ച് ഓൺ വിച്ച് ലൊറാന്തസ് ഗ്രോ. ലൊറാന്തസ് വളരുന്ന ബ്രാഞ്ച് ഡ്രൈയിങ് അപ്പ്, ഉണങ്ങിപ്പോകാനുള്ള കാരണം എന്താ? ബിക്കോസ് ആ ബ്രാഞ്ചിൽ നിന്നും മിനറൽസും വാട്ടറും എല്ലാം ഇവൻ അങ്ങ് എടുത്തു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലീവ്സിന് മിനറൽസ് ഇല്ല, വാട്ടർ ഇല്ല, ഫോട്ടോസിന്തസിസ് പ്രൊഡ്യൂസ് ചെയ്യാൻ. അതുകൊണ്ടാണ് അത് ഡൈ ചെയ്യുന്നത്. വൈ? ബിക്കോസ് മിനറൽസ് ആർ absorbed by the Loranthus from that branch. So the leaves on that branch failed to perform their photosynthesis.
മനസ്സിലാവുന്ന അവരുടെ ഫോട്ടോസിന്തസിസ് പെർഫോം ചെയ്യാൻ ഫെയിലായി. സോ ഇറ്റ് dry up. So it dried up എന്ന് എഴുതിയാൽ. Okay. So you know how organisms like mushrooms which belong to the group of fungi obtain food. So ഇവിടെ കണ്ട ഈ മോണോട്രോപ്പ എന്ന് പറയുന്ന ഒരു സാപ്രോട്രോഫ് ആണ്. നമ്മുടെ മഷ്റൂമും ഒരു സാപ്രോട്രോഫ് ആണ്. വേസ്റ്റിൽ നിന്ന് അവന്മാർ അബ്സോർബ് ചെയ്യുന്നവരാണ്. Belong to the group of fungi obtain food. In which group will you include in the above table? മഷ്റൂമിനെ നമ്മൾ സാപ്രോട്രോഫിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. കാര്യം സാപ്രോട്രോഫ് എന്ന് പറയുന്ന ഫഞ്ചൈ അവര് ഫുഡ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് വേസ്റ്റിൽ നിന്ന്. ഓക്കെ, ക്ലിയർ എവരിവൺ? എല്ലാം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതിനെയാണ് ഒന്നുകൂടെ ഒന്ന് വൈൻഡപ്പ് ചെയ്തിട്ട് പോവാം. ഇതാണ് ടോട്ടൽ പാരസൈറ്റ്. കാര്യം ഇത് വളരുന്ന പ്ലാന്റിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് ഇവൻ ഫുഡ് അബ്സോർവ് ചെയ്യും. ഇവൻ മടിയനാണ്, ഇവൻ ഫുഡ് ഉണ്ടാക്കത്തില്ല. ടോട്ടൽ പാരസൈറ്റ് ആണ്. മനസ്സിലാവുന്നു? ലൊറാന്തസ് എന്ന് പറയുന്നത് വാട്ടറും മിനറൽസും മാത്രം അത് ജീവിക്കുന്ന പ്ലാന്റിൽ നിന്ന് അബ്സോർവ് ചെയ്യും. ലൊറാന്തസ് എന്ന് പറയുന്നത് ഇത്തിളാണ്. സോ കാലക്രമേണ ഈ ബ്രാഞ്ച് നശിക്കും. കാര്യം ഈ ബ്രാഞ്ചിനകത്തുള്ള എല്ലാം പോകും. അതുകൊണ്ടാണ് ഇത്തിളൊക്കെ കാണുന്നത് പറിച്ചു കളയണമെന്ന് പറയുന്നത്. മെയിനായിട്ട് നമ്മുടെ മാവിനെയൊക്കെ അറ്റാക്ക് ചെയ്യുന്നത്. പിന്നുള്ളത് സാൻഡൽവുഡ് ട്രീ. സാൻഡൽവുഡ് ട്രീ എന്ന് വെച്ചാൽ ചന്ദനമരം. അതും പാർഷ്യൽ പാരസൈറ്റ് ആണ്. കാര്യം അതിന്റെ വളർച്ചയുടെ കാലത്ത് അതിന് ഒരു അഡ്ജസന്റ് പ്ലാന്റിൽ നിന്ന് അബ്സോർബ് ചെയ്യും മിനറൽസും വാട്ടറും ഒക്കെ. മോണോട്രോപ്പ എന്ന് പറയുന്നത് അത് സാപ്രോഫൈറ്റ് ആണ്. കാര്യം വേസ്റ്റിൽ നിന്നും ഡീകമ്പോസ് ചെയ്ത് അതിൽ നിന്നാണ് ഇവന്മാരെ അബ്സോർബ് ചെയ്യുന്നത് അവന്മാരുടെ ഫുഡ്. ക്ലിയർ? നെക്സ്റ്റ് ഈസ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.